വാഗമൺ യാത്രയിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ലൊക്കേഷനാണ് വാഗമൺ ടീ ലേക്ക്. തൊടുപുഴയ്ക്കടുത്തുള്ള കാഞ്ഞാറിൽ നിന്നുമാണ് ഞങ്ങൾ വാഗമണിലേക്കുള്ള യാത്ര തുടങ്ങിയത്. വാഗമൺ മലനിരകളിലേക്ക് എത്തിത്തുടങ്ങിയാൽ മനോഹരമായ പുൽത്തകിടികളും തേയിലത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളും അങ്ങനെയുള്ള നിരവധിയായ കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെയുള്ള യാത്രയും നല്ലൊരു അനുഭവമാണ്. അങ്ങ് ദൂരെയായി കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. വാഗമൺ ടീ ലേക്കിൻ്റെ എൻട്രൻസ് ഗേറ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വാഗമൺ ടൗണിൽ നിന്നും ഏകദേശം 500 മീറ്റർ ദൂരമേയുള്ളൂ ഇവിടേക്ക്. ഈ വഴിയോട് ചേർന്ന് നല്ലൊരു പൂന്തോട്ടവും കാണാം. ഈ വഴി നേരെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിനടുത്തായി ഒരു പഴയകാല ട്രാക്ടർ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫീസ് 10 രൂപയാണ്. ലേക്കിലേക്കുള്ള എൻട്രി ഫീസ് 50 രൂപയും. അങ്ങനെ ഒരാൾക്ക് മൊത്തം 60 രൂപയാകും എൻട്രി പാസ്. തടാകത്തിൽ ബോട്ടിംഗ് ചെയ്യാൻ വേറെ പാസ് എടുക്കണം. ലേക്കിനോട് ചേർന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസിൻ്റെ ഒരു ബോർഡ് കാണാം. ഇതിലെയാണ് ലേക്കിലേക്കുള്ള വഴി. തടാകത്തിൽ ആളുകൾ ബോട്ടിംഗ് നടത്തുന്നുണ്ട്. 20 മിനിറ്റാണ് സന്ദർശകർക്ക് ബോട്ടിങ്ങിനായി അനുവദിച്ചിരിക്കുന്ന സമയം. ബോട്ടിംഗ് കൂടാതെ ഇവിടെ ടീ പ്ലാന്റേഷൻസ് കാണാം. അതുപോലെ ഓഫ് റോഡ്സ് ഉണ്ട്, സൈക്ലിംഗ്, ഫിഷിംഗ്, അങ്ങനെ വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട്. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് ഇവിടേക്ക് വരാൻ എൻട്രി പാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് നമുക്കിതിലെയൊക്കെ കയറി വരാമായിരുന്നു. അന്നപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ തടാകത്തിന് കുറുകെയുള്ള പാലം എന്ത് മനോഹരമാണല്ലേ! ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ എന്ന പോലെ കിടിലൻ സീനറിയാണ്. ശാന്തമായ അന്തരീക്ഷവും പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും. വാഗമൺ എന്ന് പറയുന്നത് തന്നെ വളരെ ശാന്തമായ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഇടുക്കി, കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ഹിൽ ടോപ്പ് ടൂറിസ്റ്റ് ലൊക്കേഷനാണ് വാഗമൺ. അതുപോലെ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയുമാണ് വാഗമൺ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാണുന്ന ഈ തടാകം സിനിമാക്കാരുടെ ഫേവറേറ്റ് ലൊക്കേഷനാണ്. അപ്പോൾ ഈ പാലത്തിലൂടെ നടന്ന് നമുക്ക് അക്കരയ്ക്ക് പോകാം. ഇവിടെയൊക്കെ കോടമഞ്ഞിറങ്ങിയാൽ അത് അതിമനോഹരമായ കാഴ്ച തന്നെയായിരിക്കും. നമ്മളിവിടെ വന്നപ്പോൾ നല്ല തെളിഞ്ഞ ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാഴ്ചകൾ ആസ്വദിക്കുവാനും സാധിച്ചു. ഒരുപാട് സന്ദർശകർ തടാകത്തിൽ ബോട്ടിംഗ് നടത്തുന്നുണ്ട്. ഈ പാലത്തിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അക്കരയായി കാണുന്ന ഈ വീടില്ലേ, ഒരുപാട് സിനിമകളിലൊക്കെ ഈ വീടും ഭാഗമായിട്ടുണ്ട്. ഈ വീടിൻ്റെ മുന്നിലൂടെ തടാകത്തിന് തീരം ചേർന്ന് ഒരു വഴി നീണ്ടുപോകുന്നുണ്ട്. നമുക്കും ആ വഴിയെ കുറച്ച് നടക്കാം. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ തടാകത്തിൻ്റെ തീരം ചേർന്ന്. വാഗമൺ ടീ ലേക്കിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. നിങ്ങളുടെ വാഗമൺ യാത്രയിൽ തീർച്ചയായും വാഗമൺ ടീ ലേക്കും ഉൾപ്പെടുത്തുക. ഈ ഒരു ലൊക്കേഷൻ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. വാഗമണിലെ കാഴ്ചകൾ ഒരുപാടുണ്ട്. നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് യാത്രയാവാം. താങ്ക് യു.